കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം വ്യാപകമാകുന്നു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചു. BJP സർക്കാർ രാജ്യത്തിന്റെ സമ്പത്ത് സ്വകാര്യ കുത്തകകൾക്ക് തീരെഴുതുകയാണെന്നും കടൽ ഖനനത്തിലൂടെ മത്സ്യബന്ധന മേഖല തകരുമെന്നും എളമരം കരീം ആരോപിച്ചു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പുതിയ പ്രഖ്യാപനങ്ങൾ, ബജറ്റിൽ വന്ന പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. കടല് മാത്രമല്ല, എല്ലാ പൊതുസമ്പത്തും സ്വകാര്യ മുതലാളിമാർക്ക് കൊടുക്കുക. ആ തരത്തിലുള്ള സ്വകാര്യവൽക്കരണം. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട്. പൊതു ആസ്തികൾ സ്വകാര്യ മുതലാളിമാർക്ക് പട്ടത്തിന് കൊടുക്കുക, എന്നിട്ട് അതിൽ നിന്ന് ഗവൺമെന്റ് പണം സംഭരിക്കുക. അതിൽ നാഷണൽ ഹൈവേകൾ ഉൾപ്പെടും, റെയിൽവേ ഉൾപ്പെടും, വൈദ്യുതി പ്രസരണ ലൈനുകൾ ഉൾപ്പെടും, ട്രാൻസ്മിഷൻ ലൈനുകൾ. ഇതൊക്കെ ഏറ്റെടുക്കുന്ന സ്വകാര്യ കമ്പനികൾ അത് പ്രവർത്തിപ്പിച്ച് വലിയ ലാഭം ഉണ്ടാക്കും. സാജിദ് അജ്മൽ ചേരുന്നു. സാജിദ്, പ്രതിഷേധം വ്യാപിക്കുകയാണ്. രാജ്ഭവന് മുന്നിൽ ഏതൊക്കെ സംഘടനകളാണ് പ്രതിഷേധത്തിലുള്ളത്? കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് ഇന്ന് രാജ്ഭവന് മുൻപിൽ രാപ്പകൽ സമരം നടക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ കേരള തീരത്ത് സമരം ശക്തമാകും. ഇന്ന് നടന്ന മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടന്ന സമരം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ എളമരം കരീം MP ആണ് ഉദ്ഘാടനം ചെയ്തത്. ഈ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ സമരം മറ്റ് സംസ്ഥാനങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ കൂടി എടുക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രീതിയിൽ മത്സ്യബന്ധന മേഖല മൊത്തം സ്തംഭിക്കുന്ന രീതിയിലേക്ക് സമരം വ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ UDF MP മാർ ലോക്സഭയിൽ കാര്യമായി ഒരു പ്രതികരണം നടത്തിയില്ല എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ നേതാക്കൾ ഈ സംസ്ഥാന സർക്കാരിന് ഇതിൽ ഒരു വ്യക്തമായ നിലപാടില്ല എന്ന് പറയുന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ കേരളത്തിലെ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ സമരത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. ശരി സാജിദ്.